ബീഹാറിൽ മഹാസഖ്യത്തിന്റെ തോൽവിക്ക് ഒരു 100 കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി ഈ തോൽവിക്ക് ഉത്തരവാദി സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ആണ്. സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, സഖ്യകക്ഷികൾക്ക് തന്നെ പാരവെച്ച് അവരെ തോൽപ്പിക്കുകയും ചെയ്തു. SIRലൂടെ 67 ലക്ഷം പേരാണ് ബീഹാറിൽ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടൽ നടത്താനോ ജനങ്ങളെ ബോധവൽക്കരിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല. താഴെത്തട്ടിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ പോലും കോൺഗ്രസ് പാർട്ടി ശ്രമിച്ചില്ല. സംഘടനാ സംവിധാനം തീരെ ദുർബലമായ കോൺഗ്രസ് ഇത്തരം ദൗത്യങ്ങളൊന്നും ഏറ്റെടുക്കാതെ കേവലം പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലുമായി തങ്ങളുടെ പ്രതികരണം ഒതുക്കി. RJDയുമായി പോലും ഇക്കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയോ ഇതിന് പിന്നിലെ അപകടം അവരെ ബോധ്യപ്പെടുത്തുകയോ ചെയ്തില്ല. ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയെങ്കിലും കുറെ സീറ്റ് ഒപ്പിക്കുന്നതിൽ മാത്രമാണ് താല്പര്യം കാണിച്ചത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളാകട്ടെ പ്രചാരണം എന്ന പേരിൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പോയി. തോറ്റ ശേഷം ഇപ്പോ കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നത് SIRനെയാണ്. ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസ് ഇനിയിപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിച്ചേ എന്ന് വിലപിക്കുന്നതിൽ എന്ത് കാര്യം? ബീഹാറിൽ കാണിച്ച അതേ മണ്ടത്തരങ്ങൾ തന്നെയാണ് ഈ പാർട്ടി ഇപ്പോ കേരളത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരത്തെ നിലപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തെ SIR നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. എന്നാൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായല്ല തീരുമാനമെടുത്തത്. പിന്നീട് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. സർക്കാർ തന്നെ കോടതിയിൽ പോയി. എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. നിലവിൽ SIR നടപടികൾ തുടരുമ്പോൾ താഴെത്തട്ടിൽ സജീവമായ ഇടപെടലുകളുമായി ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും പ്രവർത്തകരുണ്ട്. ബീഹാറിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ താഴെത്തട്ടിൽ CPM നടത്തുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയിലാണ് ഇതിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ഓർക്കണം. അതേസമയം എവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ്? ഇതുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ടോ? ബീഹാറിലെ പോലെ പരസ്യ പ്രസ്താവനകളും പത്രസമ്മേളനവും അല്ലാതെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ആ പാർട്ടി നടത്തുന്നില്ല. ബൂത്തിലിരിക്കാൻ പോലും ആളില്ലെന്ന സ്വന്തം സ്ഥാനാർത്ഥികളുടെ പരാതിക്ക് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. ശരിക്കും ഇവർ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ശിഷ്യന്മാർ തന്നെ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷകരുടെ കുപ്പായമിടാനും എല്ലാ വർഗീയ സംഘടനകളെയും ഒപ്പം ചേർത്തു നിർത്താനും ഇവരോളം വിരുത് മറ്റാർക്കുമില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ അവർക്ക് ഗുണകരമായി വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ താനും.